ഒന്നാമത്തെ കാര്യം നമുക്ക് മുസ്തഫ ഖമനയെ കുറിച്ച് പറയാൻ കഴിയുന്നത് ഈ ഫെബ്രുവരി മാസം 28-ാം തീയതി അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടാവാം. ആ ഗുരുതരമായ പരിക്കേറ്റിട്ടുള്ളത് കൊണ്ടായിരിക്കാം നമുക്കറിയാം അദ്ദേഹത്തിന്റെ കയ്യെഴുത്ത് പോലും നമ്മൾ കണ്ടിട്ടില്ല. കയ്യെഴുത്തിലുള്ള അദ്ദേഹത്തിന്റെ പേരിൽ പല പ്രഖ്യാപനങ്ങളും വന്നിട്ടുണ്ട്, പല ഉത്തരവുകളും വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും അദ്ദേഹം എഴുതിയതൊന്നുമല്ല, അദ്ദേഹത്തിന്റെ പേരിൽ പുറപ്പെടുവിക്കുന്ന പ്രസ്താവനയാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ 5 മാസമായിട്ട് പരസ്യമായി അദ്ദേഹത്തിന്റെ ചിത്രമോ അദ്ദേഹം ലൈവായിട്ട് ഏതെങ്കിലും മീറ്റിംഗിൽ പങ്കെടുക്കുന്നു, അദ്ദേഹത്തിന്റെ പിതാവിന്റെ സംസ്കാര ചടങ്ങിൽ പോലും പങ്കെടുത്തില്ല. അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന് ജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയുന്ന ആരോഗ്യസ്ഥിതി ആയിരിക്കില്ല എന്നുള്ളതാണ് ഊഹിക്കാവുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിപ്പോ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഈ സൗദി അറേബ്യൻ ന്യൂസ് അൽ ഹിദാത്ത് ഈ ഇസ്രായേലിന്റെ സെക്യൂരിറ്റി സോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് നടത്തിയ ഒരു വാർത്താ ശകലത്തിൽ നിന്നാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ഇറാനിലുണ്ടോ റഷ്യയിലായിരിക്കും എന്നാണ് മിക്ക മാധ്യമങ്ങളും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. കാരണം റഷ്യയിൽ ഈ കഴിഞ്ഞ 2024 ഡിസംബറിൽ പുറത്താക്കപ്പെട്ട എന്താ പറയാ നമ്മുടെ സിറിയൻ ഭരണാധികാരി ബാഷർ അൽ ആസാദിന് അവരവിടെ അഭയം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഭരണാധികാരികൾക്ക് അഭയം കൊടുക്കുന്ന ഒരു രാജ്യം, സുരക്ഷിതമായ രാജ്യം എന്നുള്ള നിലയ്ക്ക് റഷ്യയിൽ ഉണ്ടായേക്കാം എന്ന് പറയപ്പെടുന്നുണ്ട്. നമുക്കറിയത്തില്ല അദ്ദേഹം റഷ്യയിലാണോ ഇറാനിലാണോ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ഇത് ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു സെൻസേഷണൽ ന്യൂസ് ഐറ്റം എന്നതിന്റെ അപ്പുറത്ത് അതിന് എന്തെങ്കിലും വലിയ പ്രാധാന്യം ഉണ്ടോ എന്ന് അറിയത്തില്ല. ഞാൻ അങ്ങനെ പറയാൻ കാര്യം, ഇറാന്റെ അമേരിക്കക്കെതിരായിട്ടും ഇസ്രായേലിനെതിരായിട്ടും ഒക്കെയുള്ള യുദ്ധത്തിന്റെ കാര്യത്തിൽ ഇറാന്റെ പ്രതികരണത്തിൽ ഇങ്ങനെ ഒരു ഭരണാധികാരിയുടെ അഭാവം ഒരു തരത്തിലും പ്രകടമാവുന്നില്ല. എന്ന് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, നേരത്തെ ഇത്തരം കാര്യങ്ങളിൽ, അതായത് അവിടെ 2 വിഭാഗങ്ങളുണ്ട് ഭരണത്തിൽ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഒന്ന് ഈ മോഡറേറ്റ്സ്, കാര്യങ്ങൾ വലിയ സംഘർഷങ്ങൾ ഇല്ലാതെ കൊണ്ടുപോകണമെന്ന് പറയുന്ന ഈ പ്രസിഡന്റ് പെസഷ്കിയാന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗവും, IRGCയുടെ കുറച്ചുകൂടെ തീവ്രവാദപരമായ നിലപാട്, ഈ അമേരിക്കയുമായിട്ടും ഇസ്രായേലുമായിട്ട് യാതൊരു കോംപ്രമൈസും വേണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗവും നേരത്തെ ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ഒരു പാലമായി, ഒരു കോൺസെൻസസിന്റെ ആളായി പ്രവർത്തിക്കുന്നതാണ് ഈ കൊല്ലപ്പെട്ട അലി ഖമനൈ. അപ്പൊ അദ്ദേഹം കൊല്ലപ്പെട്ടതോട് കൂടിയിട്ട് സംഭവിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ, ഈ അദ്ദേഹത്തിന്റെ മകൻ മുസ്തഫ ഖമനൈ തന്നെ IRGCയുടെ പക്ഷത്ത് നിൽക്കുന്നയാളാണ്. അപ്പൊ അദ്ദേഹത്തിന് അധികാരം വന്നു. അത് 5 മാസമായി അദ്ദേഹം അധികാരം ഏറ്റെടുത്തു. IRGC ആണ് വാസ്തവത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ജൂൺ മാസം 17-ാം തീയതി അമേരിക്കയുമായിട്ട് ഒപ്പിട്ട മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പിടരുത് എന്ന് പറഞ്ഞിരുന്ന വിഭാഗമാണ് IRGCയുടെ വിഭാഗം. അതുകൊണ്ട് നമുക്ക് ഗുണമില്ല, നമ്മൾ ഇന്ന് യുദ്ധം തുടരണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതായതോട് കൂടിയിട്ട് വീണ്ടും ഞങ്ങൾ പറഞ്ഞത് ശരിയല്ലേ, ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ അമേരിക്ക വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു, കാരണം അവർ പിന്മാറും എന്ന് പറഞ്ഞിരുന്നു, ഇപ്പൊ അതല്ലേ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള തരത്തിൽ അവരുടെ അവകാശവാദങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, മുസ്തഫ ഖമനൈ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ, അദ്ദേഹം ഇറാനിലാണോ റഷ്യയിലാണോ, മറ്റെവിടെങ്കിലും ഒളിച്ചിരിക്കുകയാണോ എന്ന് പറയുന്ന അത് സ്വാഭാവികമായിട്ടും അദ്ദേഹം പുറത്തു വരാത്തിടത്തോളം കാലം ഇത്തരം കഥകൾക്ക് നല്ല പ്രസക്തിയും പ്രചാരവും ഉണ്ടാവാം, വസ്തുത. പക്ഷെ എന്നാൽ ഈ ഇറാന്റെ ഈ ഭരണകാര്യങ്ങളിൽ ഇതുവരെ യുദ്ധത്തിന്റെ കാര്യത്തിലാണെങ്കിലും ആ രാജ്യത്തിന്റെ നിയന്ത്രണം, നമുക്കെല്ലാവർക്കും അറിയാം, ഈ അലി ഖമനയുടെ ശവസംസ്കാര ചടങ്ങിൽ കോടിക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ആ കോടിക്കണക്കിന് ആളുകൾ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അന്ന് മാത്രമല്ല, അതിന് നേതൃത്വം നൽകിയത്, ഇതിനെ ഈ ആളുകളെ എത്തിക്കുന്നതിലും അല്ലെങ്കിൽ അത് പങ്കെടുപ്പിക്കുന്നതിലൊക്കെ നേതൃത്വം നൽകിയ IRGC ആണ്. ഇറാനിയൻ ഭരണകൂടമല്ല, പ്രസിഡന്റ് പെസഷ്കിയാന്റെ നേതൃത്വമുള്ള ഭരണകൂടത്തെക്കാൾ ഉപരി IRGC ആണ്. അപ്പൊ IRGCക്ക് വളരെയധികം പോപ്പുലാരിറ്റി കിട്ടുകയും അതോടൊപ്പം ഈ യുദ്ധത്തെ തുടർന്ന് അവിടെ നമുക്കറിയാം ജനുവരി മാസം വലിയ സംഘർഷം ഭരണകൂടത്തിനെതിരായിട്ട് നടന്നത് ഒരു രാജ്യമാണ്. പക്ഷെ ആ സംഘർഷങ്ങളെല്ലാം ന്യൂട്രലായി മാറുകയും ഭരണകൂടത്തോടൊപ്പം ജനങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്തു. അതല്ലെങ്കിൽ ഈ ഭരണകൂടത്തിനെതിരായിട്ട് നിലനിന്ന ആളുകൾ നിശബ്ദരാകുന്ന സാഹചര്യം കൂടി വന്നു യുദ്ധത്തിന്റെ ഫലമായിട്ട്. അപ്പൊ അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ സംസ്കാര ചടങ്ങിൽ പോലും ഇത്രയധികം വലിയ ജനാവലി ഉണ്ടായി. വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം നിരവധി നയതന്ത്രജ്ഞരടക്കം പ്രമുഖരടക്കം എത്തി. പക്ഷെ എന്നിട്ട് പോലും എന്തുകൊണ്ട് മുസ്തഫയെ അവിടെ കാണാൻ കഴിഞ്ഞില്ല എന്നൊരു ചോദ്യം കൂടി ഉയർത്തുന്നുണ്ട്. അല്ല, അത് തന്നെ ഈ ചോദ്യത്തിന്റെ കാര്യം ഇതാണ്. കാരണം ഒന്നുകിൽ അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ടാവാം, കാരണം അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു.
അദ്ദേഹത്തിന്റെ പിതാവ് അത് കാരണം ഈ ഇദ്ദേഹത്തിന്റെ വൈഫ് തന്നെ മരിച്ചു എന്നാ പറയപ്പെടുന്നത്. അപ്പൊ അതെ. അങ്ങനെ അദ്ദേഹം കൂടി അവിടെ ഉണ്ടായിരുന്നിരിക്കണം. അതിൽ തീർച്ചയായിട്ടും പരിക്ക് പറ്റിയാണ്. കാരണം പരിക്ക് പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവിന്റെ സംസ്കാര ചടങ്ങിലെങ്കിലും പങ്കെടുക്കാമായിരുന്നു. പക്ഷെ വേറൊരു കാര്യമുള്ളത്, ഈ അദ്ദേഹത്തെ കൂടി വധിക്കുക എന്ന ലക്ഷ്യം ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കണ്ട. കാരണം അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കിയാൽ അത് അവിടുത്തെ ഭരണത്തെ ബാധിച്ചേക്കാം എന്നുള്ളൊരു ചിന്ത കൂടി കൊണ്ട് അദ്ദേഹം തന്ത്രപരമായ കാരണങ്ങളാൽ മാറി നിൽക്കുന്നതാവാം. പക്ഷെ അതിനൊരു കാരണമായിട്ട് ഞാൻ കാണുന്നത് അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ടാവാം. ഒന്ന്, അതല്ലെങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് റഷ്യ പോലെയുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവാം. ഇതായിരിക്കാൻ കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി സാർ. അപ്പോ ഇത്തരത്തിൽ ഭരണം മുന്നോട്ട് പോകുന്നതിൽ ഒരു പ്രശ്നമില്ല എന്ന് തന്നെയാണോ ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്? മുസ്തഫയുടെ ഒരു സാന്നിധ്യം കാരണം വെറുതെ ഇതിന്റെ ജനങ്ങൾ കാരണം ആവശ്യപ്പെടില്ലേ? എന്താണെന്ന് വെച്ചാൽ ഈ അമേരിക്കയിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ആക്രമണം ഉണ്ടാകും എന്ന് അവർ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ആക്രമണം ഉണ്ടായാൽ ഭരണകൂടത്തിനും തിരിച്ചടിക്കും യാതൊരുവിധ പ്രതിസന്ധിയും ഉണ്ടാകാൻ പാടില്ല എന്ന് ഉള്ളത് കൊണ്ട് ഈ ഭരണത്തെയും പിന്നെ എന്താണ് സൈനികമായ പ്രതികരണത്തെയും ഏകദേശം 39ഓളം പിന്നെ ഈ എന്താണ് സംസ്ഥാനങ്ങളിലേക്ക് പിന്നെ ഡീസെൻട്രലൈസ് ചെയ്തിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭരണത്തിന്റെ കാര്യത്തിലും അതല്ലെങ്കിൽ ഈ സൈനികമായ പ്രതികരണത്തിന്റെ കാര്യത്തിലും ഒരു കമാൻഡ് അല്ല, ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കമാൻഡ് അല്ല ഈ യുദ്ധങ്ങൾക്ക് പ്രതികരിക്കുന്നത്. ഈ പറഞ്ഞ തരത്തിൽ ഡീസെൻട്രലൈസ് ചെയ്യപ്പെട്ട പിന്നെ വിഭാഗങ്ങൾ, IRGCയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഭാഗങ്ങളാണ് ഈ നടത്തുന്നത്. അപ്പൊ ഒരു മൊസൈക് സ്ട്രാറ്റജി എന്നാണ് പറയുന്നത്. അപ്പൊ അത്തരമൊരു സ്ട്രാറ്റജി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഇദ്ദേഹത്തിന്റെ അഭാവം ഏതെങ്കിലും തരത്തിൽ ഈ ഭരണത്തെ ബാധിക്കുന്നത്. കാരണം ഭരണം നമുക്കറിയാം, രാജ്യത്തിന്റെ ദൈനംദിന ഭരണത്തെ നയിക്കുന്നത് പെസഷ്കിയാന്റെ നേതൃത്വത്തിലുള്ള വിഭാഗമാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ വിദേശ കാര്യങ്ങളും പ്രതിരോധ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് IRGC ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രണ്ട് കാര്യങ്ങളും നിയന്ത്രിക്കാനായിട്ടുള്ള വിഭാഗം അവിടെ ഉണ്ട്. പിന്നെ അലി ഖമനി എന്ന് പറയുന്ന അല്ലെങ്കിൽ അവരുടെ പരമോന്നത നേതാവിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇവയെ കോർഡിനേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനായിട്ട് ഇടപെടുക എന്നുള്ളത് മാത്രമാണ്. അദ്ദേഹം ഈ ഭരണകൂടത്തിന്റെ പരമോന്നത നേതാവ് എന്നുള്ളതിനേക്കാൾ ഉപരി ഈ ഷിയ വിഭാഗത്തിന്റെ പരമോന്നത ആചാര്യൻ കൂടിയിട്ടാണ്. അങ്ങനൊരു വാസ്തവത്തിലൊരു എന്താണ് സെറിമോണിയൽ പദവിയാണ് അദ്ദേഹത്തിനുള്ളത്. അതല്ലാതെ ഈ ഭരണകാര്യങ്ങളിൽ ശക്തമായ നിയന്ത്രണം നടത്തുന്നത് ഇപ്പോൾ IRGCയും അത് പിന്നെ ബാക്കിയുള്ള ദൈനംദിന ഭരണങ്ങൾ നടത്തുന്നത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഭരണവിഭാഗമാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ അഭാവം ഉണ്ട് എന്നുള്ളതുകൊണ്ട് അവിടുത്തെ ഭരണത്തിന്, അതായത് നമുക്ക് കാണാൻ കഴിയാത്ത തരത്തിൽ അഭാവം ഉണ്ട് എന്നുള്ളതുകൊണ്ട് അവിടുത്തെ ഭരണത്തിന് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാർ, ഇനി മുന്നോട്ട് പോക്ക് എങ്ങനെയാണ്? ഈ ഒരു സംഘർഷത്തിന്റെ വിരാമം അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണോ? അല്ല, സംഘർഷം കൂടാനുള്ള സാധ്യത വാർത്തകളാണല്ലോ വരുന്നത്. കാരണം ഇന്നിപ്പോ നമ്മൾ കാണുന്ന വാർത്ത എന്ന് പറയുന്നത് അടുത്ത 2 ദിവസം കൊണ്ട് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് അതിശക്തമായ ആക്രമണം ഇറാനെതിരെ നടത്താൻ പോകുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. കാരണം ഈ അടുത്ത 2 ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നും ശനിയും ഞായറിലെയും പിന്നെ ആക്രമണങ്ങൾ ഉണ്ടായാൽ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുകയോ അതല്ലെങ്കിൽ പിന്നെ ഷെയർ മാർക്കറ്റ് തകരുകയോ ചെയ്യത്തില്ല. കാരണം ഈ 2 ദിവസങ്ങൾ അവധിയാണെന്നുള്ളത്. ആ 2 ദിവസത്തിനുള്ളിൽ ഇറാനെതിരെ അതിശക്തമായ ആക്രമണം നടത്തിയിട്ട് അത് വളരെ ഡാമേജ് വരുത്തിയിട്ട് ഇറാനെ വീണ്ടും ഈ ചർച്ചകളുടെ പാതയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കമുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെ ഒരു വളരെ ശക്തമായ നീക്കം ഇസ്രായേലിന്റെയും പിന്നെ അമേരിക്കയുടെയും ഭാഗത്ത്. കാരണം ഇസ്രായേൽ ഇപ്പോ ഈ പിന്നെ ലിൻസെ ഗ്രഹാം എന്ന് പറയുന്ന സെനറ്ററുടെ പിന്നെ എന്താണ് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ പിന്നെ ഈ അമേരിക്കൻ പ്രസിഡന്റും നെതന്യാഹുവും തമ്മിൽ ചർച്ചകൾ നടത്തിയിരുന്നു. ആ ചർച്ചകളുടെ കൂടി ഫലമായിട്ടായിരിക്കണം ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു ഗാസ പിന്നെ കരാർ ഒപ്പിട്ടു എന്ന് പറഞ്ഞിട്ട് വാർത്ത വരുന്നുണ്ട്. 20 പോയിന്റ് ഉള്ള ഒരു കരാർ. അതിന്റെ ഭാഗമായിട്ട് ഹമാസ് ആയുധങ്ങൾ അടിയറ വെക്കും, അത് പിന്നെ ഇന്റർനാഷണൽ സ്റ്റെബിലിറ്റി ഫോഴ്സ് അധികാരം ഏറ്റെടുക്കും, അങ്ങനെ ട്രാൻസിഷൻ ഫോഴ്സ് അധികാരം ഏറ്റെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കരാർ വന്നിട്ടുണ്ട്. ആ കരാറ് വന്ന ദിവസം തന്നെ ഇന്നലെ ഇസ്രായേൽ ഗാസയെ ആക്രമിച്ചിരുന്നു. ആ കരാർ വന്നതിന് ശേഷം ഇന്നും ഹമാസിനെ അല്ലെങ്കിൽ ഗാസയിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ട്രംപ് ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തും. അതൊന്നും ഈ ഇസ്രായേൽ പാലിക്കാൻ സാധ്യതയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒക്ടോബർ മാസം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. ഇങ്ങനെ ഒരു കരാർ ഹമാസ് സമാധാനത്തിലേക്ക് വരുന്നു, ആയുധം കീഴടക്കുന്നു, താഴെ വെക്കുന്നു, അതുകൊണ്ട് ഇനി ഇസ്രായേൽ ആക്രമണം നടത്തില്ല
കയറിയ സ്ഥലത്ത് നിന്ന് ഗാസയിൽ നിന്ന് പിന്മാറും എന്ന് പറഞ്ഞാൽ അതോടുകൂടിയിട്ട് ഈ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവി തീരും. ഇസ്രായേൽ നെതന്യാഹുവിനെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ ആത്മഹത്യയായിട്ട് മാറി. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെ ഇപ്പൊ ഭരിക്കുന്നത് തീവ്ര വലതുപക്ഷ വിഭാഗങ്ങളാണ്, വളരെ വംശീയമായ വിഭാഗമാണ്. ഈതാമർ ബെൻഗിറും ബെസാലേൽ സ്മോട്രിച്ച് എന്ന് പറയുന്ന 2 മന്ത്രിമാരുണ്ട്. ഇത് പിന്നെ കുടിയേറ്റ വിഭാഗത്തിന്റെ ശക്തരായ നേതാക്കന്മാരാണ്. അവർ പറയുന്നത് എന്താണ്, ഈ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു പ്രദേശം തന്നെ ഇല്ല. യോർദാൻ നദിക്ക് പടിഞ്ഞാറും പിന്നെ മെഡിറ്ററേനിയൻ കടലിന്റെ കിഴക്കും ഇസ്രായേൽ മാത്രമേ ഉള്ളൂ, പാലസ്തീൻ ഇല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും യുദ്ധം അവസാനിപ്പിക്കാൻ പാടില്ല, യുദ്ധം നീണ്ടുപോകണം, ഈ ഹമാസിനെ എല്ലാം തരത്തിൽ നിർത്താമെന്ന് അതെല്ലാം തരത്തിൽ നിർത്തണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് ഇനി എത്ര മാസമുണ്ട്, 2 മാസം കൂടെ കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കും. അങ്ങനെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇസ്രായേലിനെ പോലെ ഒരു രാജ്യത്തിന് ഇങ്ങനെ ഒരു കരാറിന്റെ ഭാഗമാവാൻ പറ്റില്ല. അങ്ങനെ അതിനുവേണ്ടി തയ്യാറായാൽ അതോടുകൂടിയിട്ട് അതിനുവേണ്ടി മുന്നോട്ട് നിൽക്കുന്ന നേതാക്കന്മാരുടെ രാഷ്ട്രീയ ഭാവി ഇരുളടയും. അപ്പൊ അതുകൊണ്ട് ഈ അമേരിക്കൻ പ്രസിഡന്റ് പല കാര്യങ്ങളും പറയും, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പൊ എന്താണ് ഈ നിലവിൽ 2025 പിന്നെ ഒക്ടോബർ മാസം തൊട്ട് ഇവിടെ ഈ ഗാസയിൽ വെടിനിർത്തൽ കരാർ നിലനിൽക്കുകയാണ്. അങ്ങനെ വെടിനിർത്തൽ കരാർ നിലനിൽക്കുമ്പോൾ ഏതാണ്ട് 1100 പേരെ ഇതിനകം കൊന്നു കഴിഞ്ഞു ഇന്നലെ വരെ, പിന്നെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ. അപ്പൊ എന്ത് ഈ വെടിനിർത്തലിന്റെ അർത്ഥം എന്താ? അപ്പൊ വെടിനിർത്തൽ എന്ന് പറയുന്നത് ഒരു ഭാഗത്തുണ്ടാവുക, പക്ഷേ ഈ വെടിനിർത്തൽ കരാർ നിലനിൽക്കുമ്പോൾ തന്നെ ആളുകളെ പിന്നെ ബോംബ് ചെയ്ത് കൊല്ലുക, അത് ലെബനനിലാണെങ്കിലും ഗാസയിലാണെങ്കിലും കൊന്നുകൊണ്ടിരിക്കുന്ന വളരെ വിചിത്രമായ വസൂല്. അമേരിക്ക പോലുള്ള രാജ്യം നേതൃത്വം കൊടുത്ത് നടത്തുന്ന വെടിനിർത്തൽ കരാർ ഇസ്രായേൽ പോലൊരു രാജ്യം ലംഘിക്കുകയാണ്. അവർ കൈ കെട്ടി നോക്കി നിൽക്കുകയാണ്. ശരിക്കും വംശഹത്യയുടെ എല്ലാ പിന്നെ അടയാളങ്ങളുമുള്ള ഒരു ആക്രമണമാണ് ഗാസയിൽ നടക്കുന്നത്. ആ വംശഹത്യയെ തടയാൻ ഈ എന്താണ് പറയുന്നത്, ബോർഡ് ഓഫ് പീസ് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കി നിൽക്കുകയാണ്. എന്താ ബോർഡ് ഓഫ് പീസ് ചെയ്യുന്നത്? സമാധാനത്തിന്റെ ബോർഡാണ്. സമാധാനം ഉണ്ടോ ഗാസയിൽ? എവിടെ സമാധാനം ഉള്ളത്? അപ്പൊ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ അമേരിക്കയും ഇസ്രായേലും എന്താഗ്രഹിക്കുന്നു അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതുകൊണ്ട് സംഘർഷം ഇനി വരുന്ന 2 ദിവസങ്ങളിൽ സംഘർഷം ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതിനുശേഷം എന്തെങ്കിലും സമാധാനത്തിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ മാർഗമുള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.